നെഞ്ചപ്പാസ് ഞാൻ അഭിഷേകം പ്രാപിച്ച സമയത്ത് മണക്കാലായിലെ ഒരു ഷാരോൺ ചർച്ചിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ പപ്പ ഒരു സുവിശേഷ വേലക്കാരന്, അധികം പണമൊന്നുമില്ല. കാലിൻ്റെ കണങ്കാല് വരെ മാത്രം ഇറക്കമുള്ള ഒരു പാൻറ് വിട്ട് എഴുന്നേറ്റ് നിന്നാൽ ആ പാൻറ് കണങ്കാലിനും മേളിൽ നിൽക്കും. ചവിട്ടിപ്പിടിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹസിക്കപ്പെടാതിരിക്കാൻ കണ്ണടച്ച് ഒരു ഭോഷനെ പോലെ പൊട്ടി പൊട്ടി കരഞ്ഞ്, ആമേ കർത്താവെ വേറൊന്നും വേണ്ട, അങ്ങയുടെ അഭിഷേകം മാത്രം മതിയെന്ന് നിലവിളിച്ച് കർത്താവിൻ്റെ സന്നിധി കരഞ്ഞ ദിവസങ്ങൾ ഞാൻ ഓർക്കുന്നു. ഇന്നും എൻ്റെ പ്രാർത്ഥന, കർത്താവെ എന്നെ എത്ര ഉയർത്തിയാലും അന്നത്തെ ആ ഹങ്കർ, അന്നത്തെ ആ ദാഹം എനിക്ക് വേണപ്പാ, അന്നത്തെ ആ ദാഹം എനിക്ക് ഇനിയും വേണം. ഇന്നലകളിൽ ദൈവം എനിക്ക് തന്നെന്നുള്ളത് ശരിയാ, ഇന്നലകളിൽ ദൈവം എന്നെ ഉപയോഗിച്ചെന്നുള്ളത് ശരിയാ, പക്ഷെ ഞാൻ തൃപ്തനല്ല, എനിക്ക് ഇനിയും അങ്ങേ വേണം. ഇന്ന് പകൽ അങ്ങനെ ഒരു കൊതി പരിശുദ്ധാത്മാവ് നിങ്ങളിൽ തരട്ടെ. ആമേൻ. അങ്ങനെ ഒരു കൊതി ദൈവം നിങ്ങളുടെ ഉള്ളിൽ തരട്ടെ. കാനഡയിൽ വന്നതുകൊണ്ട് ജീവിതം തീർന്നില്ല. ഈ കാനഡയ്ക്കപ്പുറത്ത്, ഈ അമേരിക്കയ്ക്കപ്പുറത്ത് ഒരു നിത്യത നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. ഇവിടെ പലതും നഷ്ടമായാലും, ആമേൻ, ഇവിടെ PR കിട്ടിയില്ലെങ്കിലും അവന്റെ സന്നിധിയിൽ നിൽക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്.